പ്രൈസ് ലോർഡ്. കേൾക്കാമോ? കേൾക്കാമെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. പ്രൈസ് ലോർഡ്. ക്രിസ്തുശാസ്ത്രത്തിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹർഷം സ്വാഗതം അർപ്പിക്കുന്നു. ഇതിന് വേദിയൊരുക്കുന്ന മിഷനേഷ്യയുടെ എല്ലാ പ്രവർത്തകർക്കും, ജോഷി പാസ്റ്റർ, ജിസ് പാസ്റ്റർ തുടങ്ങി എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള സ്നേഹവും വന്ദനവും രാത്രികാലം അറിയിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിസ്തുശാസ്ത്രത്തിൻ്റെ 9ാമത്തെ ക്ലാസ്സിൽ സദൃശ്യവാക്യം 8ാമത്തെ അധ്യായത്തിലെ ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. യഹോവയുടെ സാക്ഷികളെ പോലുള്ള ദുരുപദേശ പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണ് എന്ന് പറയത്തക്ക നിലകളിൽ എടുത്തുപയോഗിക്കുന്ന ഒരു പ്രത്യേക ഭാഗമാണ് സദൃശ്യവാക്യം 8ാമത്തെ അധ്യായം. അതോടൊപ്പം തന്നെ മീഖായുടെ പ്രവചനം 5ാമത്തെ അധ്യായം അതിൻ്റെ 2ാമത്തെ വാക്യം. അതുകൂടാതെ കൊലോസ്യ ലേഖനം 1:15 സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം. അതുപോലെ വെളിപ്പാട് പുസ്തകം 3ാമത്തെ അധ്യായം 14ാമത്തെ വാക്യത്തിൽ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുന്ന നിലയിൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ള പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരം പ്രയോഗങ്ങൾ എടുത്തുകൊണ്ട് യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണ് എന്ന് പറയാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരം വിഷയങ്ങൾ, ഇത്തരം വാക്യങ്ങൾ അവർ കൊണ്ടുവരുമ്പോൾ എങ്ങനെ നമ്മൾ ഇതിന് മറുപടി കൊടുക്കാൻ സാധിക്കും? എങ്ങനെയാണ് ക്രിസ്തു ഒരു സൃഷ്ടിയല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ സദൃശ്യവാക്യം 8ാമത്തെ അധ്യായത്തിന്റെ 22, 23, 24 വാക്യങ്ങൾ, അതിനെ തുടർന്നുള്ള വാക്യങ്ങൾ, ഇതെല്ലാം തന്നെ പ്രധാനമായിട്ടും അവരെടുത്തുകൊണ്ടുവന്ന് അവർ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചിരിക്കുന്നു, ഞാൻ ഉളവായിരിക്കുന്നു, എന്നെ ഉളവാക്കി, യഹോവ തന്റെ പ്രവൃത്തികളുടെ ആരംഭമായി എന്നെ ഉളവാക്കി എന്നുള്ള പദപ്രയോഗമാണ് 22ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അതിൻ്റെ പദപ്രയോഗം അവിടെ ഖാന എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ആ ഖാന എന്നുള്ള പദം പൊസസ്ഡ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സദൃശ്യവാക്യം 8ാമത്തെ അധ്യായം 8ാമത്തെ അധ്യായം 8:22 എന്ന് ഗൂഗിളിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും നിരവധി തർജ്ജമകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എല്ലാം പൊസസ്ഡ്, ഉളവാക്കി എന്നുള്ള പദം മലയാളത്തിൽ സത്യവേദ പുസ്തകത്തിൽ ഉള്ളപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അവിടെ പൊസസ്ഡ് എന്നുള്ള പദമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ പദത്തിൽ ഖാന എന്നുള്ള ആ പദം അവിടെ ഉളവാക്കി എന്നുള്ള അർത്ഥത്തിലല്ല, പൊസസ്ഡ് എന്നുള്ളതാണ്. സന്നിവേശിച്ചു, എടുത്തുപയോഗിച്ചു, നിലവിൽ ജ്ഞാനത്തെ ദൈവം എടുത്ത് തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. മറ്റു പദപ്രയോഗം എന്ന് പറയുന്നത് മീഖാ പ്രവചനത്തിൽ അതിൻ്റെ 5ാമത്തെ അധ്യായം അതിൻ്റെ 2ാമത്തെ വാക്യമാണ്. മീഖാ പ്രവചനം അതിൻ്റെ 5ാമത്തെ അധ്യായം 2ാമത്തെ വാക്യത്തിലും അവിടെ ആ വാക്യം ഒന്ന് വായിക്കാം. മീഖാ പ്രവചനം 5ാമത്തെ അധ്യായം അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അപ്പോൾ അവരുടെ ഉത്ഭവം എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഷ്യമാണ് എന്ന് നമുക്കറിയാം. അത് പണ്ടേ ഉള്ളതും അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും, ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ക്രിസ്തു ഒരു സൃഷ്ടിയാണ് എന്നാണ് അവർ സമർത്ഥിക്കുന്നത്. എന്നാൽ അവിടെ യഥാർത്ഥ പരിഭാഷയിൽ അതിൻ്റെ അർത്ഥം ഗോയിങ് ഫോർത്ത് എന്നുള്ള പദമാണ് ഉത്ഭവം എന്നുള്ളടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും അത് ജനനം എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു പുറപ്പെട്ടു പോക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ ഒരു ആർമി ഒക്കെ ഇങ്ങനെ ഗോയിങ് ഫോർത്ത്, അല്ലെങ്കിൽ ആ നിലകളിൽ പുറപ്പെടുന്ന, ഒരു പടയ്ക്ക് വേണ്ടി ഒരുങ്ങി ഒരു പ്രത്യേക നിയോഗം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതി വിശേഷമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് മലയാളത്തിൽ നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ കാണുന്നത് പോലെ ഉത്ഭവിച്ചു എന്നുള്ള സ്ഥിതിയിലല്ല അത് നമുക്കത് കാണാൻ സാധിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സന്ദേഹം മാറിക്കിട്ടുവാനിടയായിത്തീരും. മാത്രമല്ല, ഈ സദൃശ്യവാക്യം 8ാമത്തെ അധ്യായത്തിൽ 3 പദങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊണ്ട് 8:22 ഉളവാക്കി എന്നുള്ള പദം, അതിൻ്റെ അർത്ഥം അതിന് എബ്രായ ഭാഷയിൽ ഖാന എന്നുള്ള പദമാണെന്നും അത് ഒരിക്കലും
അത് പൊസസ്ഡ് എന്നുള്ള പദമാണ് അതിന്റെ യഥാർത്ഥ അർത്ഥമെന്നും നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു. എന്നാൽ 23-ാമത്തെ വാക്യത്തിൽ 8:23 സദൃശവാക്യം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ അവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതാണ് സംഭവിക്കുന്നത്. ക്രിസ്തുവിനെ നിയമിക്കുകയാണ് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, ദൗത്യത്തിന് വേണ്ടി. കാരണം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. സകലതും അവൻ മുഖാന്തരമാണ് ഉളവായത്. അതുകൊണ്ട് സകലതും സൃഷ്ടിക്കാൻ തക്കവണ്ണം, സകലത്തിനും ആരംഭം കുറിക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് സൃഷ്ടികർത്താവായിട്ട് നിലകൊള്ളുന്നത്. ഒരിക്കലും ക്രിസ്തു സൃഷ്ടിയല്ല, സൃഷ്ടികർത്താവാണ്. അതുകൊണ്ട് ആഴങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഇവനെ നിയമിച്ചതാണ് എന്നുള്ള പദം വളരെ ക്ലിയർ ആണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നിസാക്ക് എന്നുള്ള പദമാണ്. അതിന് എസ്റ്റാബ്ലിഷ്ഡ് എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള മലയാള പരിഭാഷയിൽ തെറ്റില്ല. അത് ആ നിലയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 8:24 വളരെ കൺഫ്യൂഷനുള്ള പിന്നീടുള്ള പദം. അവിടെയും ഈ യഹോവയുടെ സാക്ഷികളെ പോലുള്ള ദുരുപദേശ പ്രസ്ഥാനങ്ങൾ എടുത്ത് നമ്മൾ സംസാരിക്കുന്ന ആ വാക്യം ഇതാണ്. അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജനിച്ചിരിക്കുന്നു എന്ന പദം നമുക്ക് കാണാൻ സാധിക്കും. ജനിച്ചിരിക്കുന്നു എന്ന പദം അവിടെ ആദ്യത്തേത് 8:22 പൊസസ്ഡ് എന്നുള്ളത് നമുക്ക് ആ നിലയിലാണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തന്നെയും അവരെ ഈ വാക്യം ചൂണ്ടിക്കാണിക്കും. 8:24 നമ്മളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയും, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആഴങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ജനിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടില്ലേ? ജനിച്ചു. അപ്പം യേശു ജനിച്ചൊരു വ്യക്തിയാണെന്നാണ് അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന പദം സെപ്റ്റുവജിന്റെ പരിഭാഷയിൽ, പ്രത്യേകിച്ച് BC 250 എബ്രായ ബൈബിളിന്റെ ഗ്രീക്കിലേക്കുള്ള തർജ്ജമയാണ് സെപ്റ്റുവജിന്റെ പരിഭാഷ എന്ന് പറയുന്നത്. അതിൽ എബ്രായ ബൈബിളിന്റെ ഗ്രീക്ക് ഭാഷയിലുള്ള ആ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് 8:24 സദൃശവാക്യം 8:24 ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് എഗൈനേസ എന്നുള്ള പദമാണ്. എഗൈനേസ എന്ന് വെച്ചാൽ ഗന്ന എന്നുള്ള മൂലപദമാണ്. ഗന്ന എന്ന് പറഞ്ഞാൽ ബർത്ത്, ജനിക്കുക, ആ ഒരു പദം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവിടെ ബ്രോഡ് ഫോർത്ത് എന്നുള്ള അർത്ഥത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ 8:24 വരുമ്പോൾ അവിടെ പൊസസ്ഡ് എന്നുള്ള അതേ പദപ്രയോഗം എന്ന് വെച്ചാൽ 8:22 ഉപയോഗിച്ചിരിക്കുന്നതുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ലാത്തൊരു പദപ്രയോഗം തന്നെയാണ് ഈ പറയുന്ന 8:24 ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് തന്റെ വഴിയുടെ ആരംഭമായി എന്നെ എടുത്തുപയോഗിച്ചു എന്നുള്ള നിലയിലാണ് അവിടെയും അർത്ഥതലം വരുന്നത്. ആ നിലകളിൽ ഒരിക്കലും നമുക്ക് അത് ക്രിസ്തുവാണെന്ന് സമർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, 8-ന്റെ 1-ാമത്തെ വാക്യം തന്നെ ഏറ്റവും പരമപ്രധാനമായ വാക്യമാണ്. കാരണം അജ്ഞാനമായവൾ എന്നുള്ള സ്ത്രീലിംഗ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുവിനെ ഒരു സ്ഥലത്തും സ്ത്രീലിംഗ പദം ഉപയോഗിച്ചിട്ടില്ല. യേശുവിനെ മാത്രമല്ല, സ്വർഗീയ വ്യക്തികളെ, പ്രത്യേകിച്ച് ദൂതന്മാരാകട്ടെ, ഗബ്രിയേലാകട്ടെ, മിഖായേലാകട്ടെ, ഇങ്ങനെയുള്ള ദൈവിക സ്വർഗീയ ദൂതന്മാരുൾപ്പെടുന്ന ആരെയും തന്നെ സ്ത്രീലിംഗ പദത്തിൽ ഒരിക്കലും സംബോധന ചെയ്തതായിട്ട് നമുക്ക് ഒരു സ്ഥലത്തും കാണാൻ സാധിക്കുന്നില്ല. ക്രിസ്തുവിനെ ഒരിക്കലും ഒരു സ്ഥലത്തും അത് ആ നിലയിൽ സ്ത്രീലിംഗത്തിൽ സംബോധന ചെയ്തതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് 8-ാമത്തെ അധ്യായത്തിലെ ജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും ക്രിസ്തു അല്ല എന്നുള്ള വസ്തുത നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുക. അവിടെ ജനിച്ചു എന്ന പദം പ്രധാനമായിട്ടും ജനിപ്പിച്ചു എന്നുള്ള പദപ്രയോഗം നമുക്ക് മറ്റു സ്ഥലങ്ങളിലും നമുക്ക് അതേപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് 1 കൊരിന്ത്യർ 4:15 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ കൊരിന്ത്യ സഭയിലെ ആളുകളെ പൗലോസ് ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് നേരത്തെ ഒരു ജനനമുണ്ട്, നിലവിൽ അവരുണ്ട്. പക്ഷേ അവർക്ക് ആത്മീയമായി അവരെ ആത്മരക്ഷയിലേക്ക് കൊണ്ടുവന്നു എന്ന നിലയിലാണ് ആ ജനനം എന്നുള്ള പദപ്രയോഗം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ ഫിലേമോന് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഒനേസിമോസിനെ കുറിച്ച് പറയുന്നൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. ഞാൻ തടവിലിരിക്കുമ്പോൾ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ തടവിലിരിക്കുമ്പോൾ ഒനേസിമോസിനെ ജനിപ്പിച്ചു എന്ന ആക്ഷരിക അർത്ഥമല്ല എന്നുള്ളത് നമുക്കറിയാം. ആത്മാവിന്റെ രക്ഷ, ആത്മരക്ഷയിലേക്ക് തന്നെ നയിച്ചു. ആത്മാവിലൂടെ ഒരു വീണ്ടും ജനനം തനിക്ക് സാധ്യമാക്കി തീർത്തതിനെ കുറിച്ചാണ് അവിടെ പറയുന്ന ജനനം എന്നുള്ള പദപ്രയോഗം. അതുകൊണ്ട് ഇവിടെ പറയുന്ന ജനനം എന്നുള്ള പദപ്രയോഗമൊന്നും ഒരിക്കലും നമുക്ക് ആ ആക്ഷരിക അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്നുള്ള വസ്തുതയാണ് പ്രത്യേകിച്ച് ഇവിടെ ഓർപ്പിക്കുവാനുള്ളത്. 1 യോഹന്നാൻ 5:1 പറയുന്നത്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം
ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ജനനം എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്നു. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു ജനനം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഓൾറെഡി ജനിച്ച് അമ്മയുടെ ഉദരത്തിൽ ജനിച്ച മനുഷ്യരോട് തന്നെയാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നിക്കോദെമോസിനോട് വീണ്ടും ജനനം എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ജനനം എന്ന് പറയുന്നത് ഒന്നും തന്നെ ഒരിക്കലും ആ സമയത്ത് പ്രത്യേകം പെട്ടെന്ന് ജനിച്ചു എന്നുള്ള അർത്ഥത്തിൽ അല്ല എന്നതുപോലെ തന്നെയാണ് ക്രിസ്തുവിനെ സംബന്ധിച്ചും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും സദൃശവാക്യം 8-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യമല്ല എന്നുള്ളത് ഓർപ്പിച്ചു. ഇനി അങ്ങനെ ഒരു പദപ്രയോഗം ഉണ്ടെങ്കിൽ തന്നെ ക്രിസ്തു ജനിച്ചവനല്ല. കാരണം അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉളവായി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രയോഗങ്ങളൊന്നും തന്നെ ജനിച്ചു എന്ന പദപ്രയോഗം കൊണ്ടൊന്നും നമുക്ക് ക്രിസ്തുവിനൊരു ജനനമുണ്ട് എന്ന് സമർത്ഥിക്കാൻ സാധിക്കുന്നില്ല. മീഖായുടെ പ്രവചനം 5-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ ഇപ്പോൾ വായിച്ചതാണ്. നീയോ ബത്ലഹേം എഫ്രാത്തെ, യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായി ഇരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. എന്നിട്ട് അവന്റെ ഉത്ഭവം പണ്ടുപണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അപ്പൊ അവനൊരു ഉത്ഭവം ഉണ്ട് എന്ന നിലയിൽ അവിടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നിടത്ത് ഗോയിങ് ഫോർത്ത് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓർപ്പിച്ചല്ലോ. അപ്പോൾ അത് ഒരു പുറപ്പെട്ടുപോക്ക് എന്നുള്ള പദമാണ്. ഒരിക്കലും യേശുവിന് ഒരു ഉത്ഭവമുണ്ടെന്നോ ആരംഭമുണ്ടോ എന്നോ ഒരിക്കലും അതിന് അർത്ഥം വരുന്നില്ല. POC ബൈബിളിൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം മീഖ 5:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് എന്ന് എഴുതിയിരിക്കുന്നത്. യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവൻ എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളെന്നുള്ള സത്യവേദ പുസ്തകത്തിലെ തർജ്ജമയിലേക്കാളും അല്പം കൂടി നല്ല രീതിയിലുള്ള തർജ്ജമയാണ്. മാത്രമല്ല മറ്റ് ഇതര ഇംഗ്ലീഷ് പരിഭാഷകളിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന പദം അത് ഗോയിങ് ഫോർത്ത് എന്നുള്ള നിലയിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ഉളവായി ജനിച്ചു സൃഷ്ടിയാണ് എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും നമുക്കതിനെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ള വിഷയം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. സദൃശ്യവാക്യം ഇപ്പൊ ഇവിടെ ഉത്ഭവം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ ഉത്ഭവം എന്ന് പറയുന്നുണ്ട്. മിഖായുടെ പ്രവചനം 5:2 സദൃശ്യവാക്യത്തിൽ ഒരു വാക്യമുണ്ട്. സദൃശ്യവാക്യം ജീവന്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാണ് എന്ന് പറയുന്നു. ജീവന്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാണെന്ന്. അപ്പോൾ ജീവന്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാണെങ്കിൽ ഈ ഹൃദയം ഉണ്ടായതിനു ശേഷം പിന്നെയാണോ ജീവൻ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിലേക്കൊക്കെ നമ്മൾ വരേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഒരു പദപ്രയോഗമാണ്. പ്രത്യേകിച്ച് അലങ്കാരിക ഭാഷയിൽ സദൃശവാക്യം കാവ്യപുസ്തകമായി കാവ്യാത്മകമായി സംസാരിക്കുന്ന സമയത്ത് വളരെ വ്യക്തതയോടുകൂടി അവിടെ കാവ്യഭാഷ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കുന്നുകൾ കുഞ്ഞാടുകളെ പോലെ തുള്ളി എന്ന് നമ്മൾ 115 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. മുട്ടാടുകളെ പോലെ തുള്ളി എന്ന് പറയുന്നു. സമുദ്രമേ നീ ഓടുന്നത് എന്തെന്ന് പറയുന്നു. അപ്പോൾ സമുദ്രം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്ന സമയത്ത് സമുദ്രം ഓടി മാറുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കാവ്യഭാഷയിൽ കാര്യം സംസാരിച്ചിട്ടുള്ളത് എന്ന വസ്തുതയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നത്. ഇനി അടുത്ത വാക്യം. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ 1, 2, 3 വാക്യങ്ങളിലൂടെ ഈ കാര്യങ്ങൾ സമർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് സദൃശവാക്യം 8-ാമത്തെ അധ്യായം, പിന്നെ നമ്മളിപ്പോൾ ചിന്തിച്ചത് മീഖായുടെ പ്രവചനം 5:2 അവിടെ ഉത്ഭവം ഉളവായി എന്ന് പദപ്രയോഗം ഉള്ള സ്ഥലമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. യഹോവയുടെ സാക്ഷികളെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന വാക്യമാണ് ജനിച്ചിരിക്കുന്നു ഉളവായിരിക്കുന്നു എന്ന് പറയുന്ന പദപ്രയോഗം. ഇനി അവര് കൊണ്ടുവരുന്ന പ്രധാനമായ ഒരു വാക്യമാണ് കൊലോസി ലേഖനം 1:15 എന്ന് പറയുന്നത്. കൊലോസി ലേഖനം 1:15 പറയുന്ന ഒരു കാര്യമാണ് സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു എന്ന പദപ്രയോഗം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, ഇത് തന്നെയാണ് കഴിഞ്ഞ പല ക്ലാസ്സുകൾക്ക് മുമ്പേ ദൈവപ്രതിമയായ ക്രിസ്തു എന്നൊരു പദപ്രയോഗം നമ്മൾ 2 കൊരിന്ത്യർ 4:4 പഠിച്ചത് ഓർക്കുമല്ലോ. അപ്പോൾ അവിടെ എല്ലാം പറയുന്ന കാര്യം അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്നുള്ള പദം. അപ്പൊ അദൃശ്യനായ ഒരു അദൃശ്യ വസ്തുവിന് എങ്ങനെയാണ് പ്രതിമയുണ്ടാക്കാൻ കഴിയുന്നത്? കാറ്റിന് പ്രതിമ ഉണ്ടാക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പക്ഷേ അദൃശ്യ ദൈവത്തിന്റെ പ്രതിമ എന്ന് ഇവിടെ പറയുമ്പോൾ ദൃശ്യരൂപമായിട്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാനും സ്പർശിക്കാനും ദർശിക്കാനും ഒക്കെ കഴിയുന്ന നിലയിൽ ക്രിസ്തു ഭൂമിയിൽ മനുഷ്യ ശരീരമെടുത്ത് ജഡധാരണം ചെയ്ത് ഭൂമിയിൽ വന്നതിന്റെ പരിണത ഫലമായിട്ട് നമുക്ക് അവനെ കാണാം, സ്പർശിക്കാം, ദർശിക്കാം, എല്ലാം സാധ്യമാകുന്നു. ഇതുകൊണ്ടാണ് അവിടെ അദൃശ്യ ദൈവത്തിന്റെ
പ്രതിമ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത പദമാണ് സർവസൃഷ്ടിക്കും ആദ്യജാതൻ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അപ്പോൾ ഈ പ്രയോഗം ആണ് ഈ ദുരുപദേശ പ്രസ്ഥാനക്കാർ പ്രത്യേകിച്ച് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. കാരണം അവൻ സർവസൃഷ്ടിക്കും എന്താണ്? ആദ്യജാതനാണ്. അതിന്റെ അർത്ഥം അവർ പറയുന്ന അനുസരിച്ച് എല്ലാ സൃഷ്ടികളെയും എല്ലാത്തിനെയും ഉളവാക്കുന്നതിന് മുമ്പ് ഉളവാക്കിയ യഹോവയായ ദൈവം ഉളവാക്കിയ സൃഷ്ടിച്ച ആദ്യജാതൻ എന്ന് പറയുന്ന ആളാണ് ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തുവിനെ ആദ്യം സകലതും ഉളവാക്കിയതിന് മുമ്പ് ഏറ്റവും ആദ്യം യഹോവയായ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന നിലയിൽ അവര് അതിനെ സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഈ ഏത് വാക്യം നമ്മൾ വായിക്കുന്ന സമയത്തും ഒരു സംശയം തോന്നിയാൽ അതിന്റെ മുകളിലോട്ടുള്ള വാക്യവും താഴോട്ടുള്ള വാക്യവും ഒക്കെ വായിച്ചു നോക്കണം. ചിലപ്പോൾ ആ അധ്യായം മുഴുവൻ വായിക്കേണ്ടി വരും, ചിലപ്പോൾ ആ പുസ്തകം മുഴുവൻ വായിക്കേണ്ടി വരും. അപ്പോൾ മാത്രമാണ് അതിന്റെ പൂർണ്ണമായ കാര്യം മനസ്സിലാകുന്നത്. കൊലോസ്യ ലേഖനത്തിൽ ഇതേ 15-ാമത്തെ വാക്യം 1:15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനും എന്നുള്ള പദപ്രയോഗമുള്ളത്. എന്നാൽ അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ ആദ്യജാതനെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതര വാക്യങ്ങളുമുണ്ട്, അതിലേക്ക് വരാം. എങ്കിലും ഇവിടെ ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടെ ആ 15 മുതൽ ഇങ്ങനെ വായിക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഇപ്പോൾ ഉള്ളതും വരുവാനുള്ളതും എല്ലാം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും 17-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. അവൻ സർവത്തിനും മുമ്പേ ഉളവായവൻ എന്നല്ല. ഇപ്പൊ സർവസൃഷ്ടിക്ക് ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ആദ്യം ഉളവായവൻ എന്ന് വേണമല്ലോ ഇവിടെ പറയാൻ. ഇവൻ സർവത്തിനും മുമ്പേ ഉളവായവൻ എന്നല്ല, സർവത്തിനും മുമ്പേ ഉള്ളവൻ. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അടുത്ത വാക്യം അവനിൽ സർവസമ്പൂർണതയും ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ സഭ, 18-ാമത്തെ വാക്യം, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ഇതുകൊണ്ടാണ് ആദ്യജാതൻ എന്ന പദം വരുന്നത്. അവിടെ നോക്കുക, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും, സകലത്തിനും അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അപ്പോൾ മരിച്ചവരിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റത് കൊണ്ടാണ് ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ ആദ്യമായി ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിലല്ല. ആദ്യജാതൻ എന്ന പദത്തിന്റെ അർത്ഥം ആദ്യമായി ജനിച്ചവൻ എന്നല്ല, ആദ്യം ഉയർത്തവൻ എന്നാണ്. ആദ്യം ഉയർത്തവൻ എന്നുള്ള അർത്ഥമാണ്. അത് നമ്മള് 2-ാം സങ്കീർത്തനത്തിലെ 2-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യത്തിൽ മുമ്പ് അത് ചിന്തിച്ചൊരു വിഷയമാണ്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന പദം അത് അപ്പസ്തോല പ്രവൃത്തികളിൽ നമ്മളത് വായിക്കുമ്പോൾ വിചാരിക്കും നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ ആക്ഷരികമായ ജനനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പസ്തോല പ്രവൃത്തി 13-ാമത്തെ അധ്യായം അതിൽ 32 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ അതിലേക്ക് വരുമ്പോൾ അപ്പസ്തോല പൗലോസ് അസന്നിഗ്ധമായിട്ട് തെളിയിക്കുന്നുണ്ട്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് നിമിത്തമാണ് അവൻ ആദ്യജാതൻ അവിടെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉയർപ്പിച്ചു എന്ന അർത്ഥമാണ് ബൈബിൾ ഈ ഭാഷ്യത്തെ ഉപയോഗിക്കുന്നത്. ഈ ഭാഷയിൽ അത് ഉപയോഗിക്കുന്നത് ആ നിലയിലാണ് അതിന്റെ അർത്ഥം കണ്ടെത്തേണ്ടത്. ഇതര വാക്യങ്ങളും കൂടെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ് ആണ് ക്രിസ്തു. ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവത്തിന്റെ ഇമേജ് ആണ്. അത് നമ്മൾ ഇബ്രായ ലേഖനം 1:1 ചേരുന്ന വാക്യമാണ്. അവൻ 1:1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദ ഇമേജ് ഓഫ് ഹിസ് വെരി പേഴ്സൺ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ
അദൃശ്യ ദൈവത്തിന്റെ പ്രതിമയാണ്, ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ് എന്ന് വളരെ വ്യക്തതയോടുകൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബോൺ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് പ്രോട്ടോടോക്കോസ് എന്ന പദമാണ്. പ്രോട്ടോടോക്കോസ്, ഫസ്റ്റ് ബോൺ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, അദൃശ്യ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുന്നിടത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എയ്ക്കോൺ ടോ തിയോൺ. അപ്പോൾ ഐക്കൺ ആണ്. ഐക്കോൺ എന്നുള്ള പദത്തിൽ നിന്നാണ് ഐക്കൺ എന്നുള്ള പദം വരുന്നത്. ഐക്കൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐഡൽ, വിഗ്രഹം എന്നുള്ള പദമൊക്കെ ആയിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രതിമ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റു പ്രതിമകളോ ഒന്നുമില്ല, ക്രിസ്തു തന്നെയാണ് ദൈവപ്രതിമ എന്ന് പറയുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തു എന്ന് 2 കൊരിന്ത്യർ 4:4 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1:18 ഫസ്റ്റ് ബോൺ, പ്രോട്ടോടോക്കോസ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഒത്തിരി പദപ്രയോഗങ്ങൾ നമുക്ക് ഈ ആദ്യജാതൻ എന്നുള്ള ഈ പ്രോട്ടോടോക്കോസ് എന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട് ഇതര ഭാഗങ്ങളൂടെ പരിശോധിക്കുമ്പോൾ അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്രായേൽ, യഹോവ ദൈവം പറയുകയാണ്, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ. അപ്പോൾ യഹോവയായ ദൈവത്തിന്റെ ആദ്യജാതൻ ആരാണ്? ഇപ്പൊ നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ വായിച്ചല്ലോ, കൊലോസ്യ ലേഖനം 1:15 വായിച്ചത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനാണെന്ന്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇസ്രായേലാണ് ആദ്യജാതനെന്ന്. എവിടെ എഴുതിയിരിക്കുന്നു? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇസ്രായേലിന്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ. അപ്പോൾ ഫറവോനോട്, മോശയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫറവോന്റെ അടുത്ത് നീ ഇന്ന പ്രകാരം ചെന്ന് പറയുക, ഇസ്രായേലിന്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ, അവനെ ആരാധിക്കാൻ വിട്ടയക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നു? ഇസ്രായേലിനെ കുറിച്ച് യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേലാണ് യഹോവയുടെ ആദ്യജാതൻ എന്ന് വരുന്നു. ഓക്കെ, അതവിടെ നിൽക്കുമ്പോൾ തന്നെ അടുത്ത പദം നമുക്ക് സങ്കീർത്തനത്തിൽ 89-ാം സങ്കീർത്തനം അതിൽ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ദാവീദ് ദൈവത്തിന്റെ ആദ്യജാതനാണെന്ന് വരുന്നുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് ദാവീദ് യഹോവയായ ദൈവത്തിന്റെ ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഏഥാൻ എന്ന് പറയുന്ന എസ്രാഹ്യനായ ഏഥാനാണ് ഈ സങ്കീർത്തനം 89-ാമത്തെ സങ്കീർത്തനം എഴുതുന്നത്. അപ്പോൾ ആ സങ്കീർത്തനം എഴുതുമ്പോൾ ഏഥാൻ പറയുകയാണ്, ദാവീദിനെ എന്ത് ചെയ്യും? ദാവീദിനെ കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം പറയുകയാണ്, അവനെ ഞാൻ ആദ്യജാതനാക്കും എന്ന ഒരു പദപ്രയോഗമാണ് അവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ദാവീദിനെ ആദ്യജാതനാക്കും എന്നുള്ള പദത്തിന്റെ ആക്ഷരിക അർത്ഥമല്ല അവിടെ എടുക്കേണ്ടത്, ക്രിസ്തുവിൽ അതിനുള്ള നിവൃത്തിയാണ് നമ്മൾ കാണേണ്ടത്. ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ദാവീദിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അത് ക്രിസ്തുവിൽ നിറവേറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ നിവൃത്തി എവിടെയാ വരുന്നത് അറിയാമോ? വെളിപ്പാട് പുസ്തകം 1:5 പറയുന്നുണ്ട്, അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ എന്ന പദപ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന്, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതൻ, അതാണ് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതൻ എന്നുള്ളത്. അപ്പോൾ അവിടെ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റം എന്നുള്ള അർത്ഥത്തിലാണ് ആദ്യജാതൻ എന്നുള്ള പദം എന്ന് നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ ഇവിടെ ദാവീദിനെ ആദ്യജാതനാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദാവീദ് പുത്രനെയാണ് ഉദ്ദേശിക്കുന്നത്. ദാവീദിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ക്രിസ്തുവിൽ നിറവേറിയതായിട്ട് നമുക്ക് കാണാം. ഉദാഹരണത്തിന് 22-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, ദാവീദിന്റെ സങ്കീർത്തനം നല്ല ഹെഡിങ് എഴുതി വെച്ചിട്ടാണ് താഴോട്ട് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? അവിടെ പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആരെ കൈവിട്ട കാര്യമാണ്? അവിടെ 1000 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്ന നിലവിളി 1000 വർഷം പുറകിൽ പ്രവചനാത്മാവിൽ ദാവീദ് നിലവിളിക്കുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത്? തീർച്ചയായിട്ടും ദാവീദിന്റെ ജീവിതത്തിൽ കൈവിടപ്പെടുന്നത് പോലുള്ള ജീവിത അനുഭവങ്ങൾ ഉണ്ടാകാം. അബ്ശാലോം തന്നെ ഓടിച്ചിട്ടുണ്ട്. തനിക്ക് വളരെയധികം രാജസിംഹാസനത്തിന് മുമ്പും കയറുന്നതിന് മുമ്പും സിംഹാസനത്തിൽ കയറിയതിനു ശേഷവും എല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. അതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ അത് ദാവീദിന്റെ ജീവിതത്തിൽ വന്ന കാര്യമൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. എന്താണ് കാരണം? എൻ്റെ വസ്ത്രമെല്ലാം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു. ഇതെപ്പോഴാണ് ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നൊന്നും നമുക്കൊരിക്കലും ഒരു ചരിത്രരേഖയും നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലോ അല്ലെങ്കിൽ ശമൂവേലിന്റെ പുസ്തകത്തിലോ ഒന്നും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല, ദാവീദ് പുത്രന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. വർഷങ്ങൾക്ക് മുമ്പേ, ഒരു സഹസ്രാബ്ദത്തിന് പിന്നിൽ താൻ പ്രവചനാത്മാവിൽ അത് കണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ
കഷ്ടതയുടെ പാരമ്യം, പ്രിയമുള്ളവരെ, ഈ കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും പാരമ്യത്തിലാണ് പല ദർശനങ്ങളും ദൈവം നൽകി തരുന്നത്. പ്രൈസലോ. ഈ കഷ്ടതയും പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ വന്ന സമയത്താണ് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഇരുന്നു കൊണ്ട് താൻ ഏകാന്തതയിൽ തൻ്റെ സഹപ്രവർത്തകരായ അപ്പസ്തോലന്മാരും മിക്കതും എല്ലാം രക്തസാക്ഷികളായി തീർന്നു. തന്നെയും പിടിച്ച് തിളച്ച എണ്ണയിലിട്ടു. പക്ഷെ അവസാനം അവിടെ നിന്ന് ഈ മനുഷ്യനെ തിളച്ച എണ്ണയിലിട്ടിട്ട് പോലും രക്ഷയില്ല എന്ന് കണ്ട്, കാരണം അദ്ദേഹം വെളിയിൽ വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തെ പിടിച്ച് പത്മോസിലേക്ക് നാട് കടത്തി. ഈ നാട്ടിൽ പോലും ഇവനെ നിർത്താൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നാട്ടിലെ അവിടെ ചെന്നപ്പോഴാണ് കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലേക്ക് വന്ന് ദിവ്യ ദർശനങ്ങളെ താൻ കാണുന്നത്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തനായ ക്രിസ്തുവിന്റെ ദർശനം അവിടെ നിന്നാണ് പ്രാപിക്കുന്നത്. അവിടെ ഇരുന്നാണ് അത് പ്രാപിക്കുന്നത്. മാറത്ത് പൊൻകച്ച് കെട്ടിയ വെള്ളോട്ടിന് സദൃശ്യമായ പാദങ്ങളുള്ള ജ്വാലക്കത്ത് കണ്ണുള്ള, ഒലിയിൽ പഴുപ്പിച്ച അല്ലെങ്കിൽ ഓടുപോലെയുള്ള ആ നിലയിലുള്ള കാലുകൾ, പാദങ്ങളുള്ള ആ വ്യത്യസ്തനായ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദർശനം ഇതുവരെയും കാണാത്തത്, അപ്പസ്തോലന്മാർ ആരും കണ്ടിട്ടില്ലാത്തത്, താൻ തന്നെയും ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വേറിട്ട വ്യത്യസ്തമായ ദർശനം താൻ കഷ്ടതയുടെ പാരമ്യത്തിൽ ഇരുന്നപ്പോഴാണ് കണ്ടതെന്ന് പറയുമ്പോൾ നിശ്ചയമായും ഇത്തരം പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഈ ദാവീദിന്റെയും ഒക്കെ ജീവിതത്തിൽ വന്നതിന്റെ ആ പരിണിത ഫലമായിട്ടാണ് തനിക്കൊരു ക്രിസ്തു ദർശനം ഉണ്ടായത്. എൻ്റെ അങ്കിക്കായി ചീട്ടിടുന്നു, എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്നുള്ള നിലവിളി ശബ്ദം അന്ന് ഉയരുവാനിടയായി തീർന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പുത്രന് നടപ്പിലായപ്പോൾ, അത് നിവൃത്തിയായപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയിൽ 89-ാമത്തെ സങ്കീർത്തനത്തിൽ എസ്രാഹ്യനായ ഏഥാനാണ് എഴുതുന്നെന്ന് പറഞ്ഞാലും ദാവീദിനെ ഞാൻ ആദ്യജാതനാക്കും എന്ന പദപ്രയോഗം അവിടെ ഉണ്ടെങ്കിൽ പോലും അത് ക്രിസ്തുവിനാണ് നിവൃത്തിയാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ വേണം വചനത്തിലെ ഓരോ ഭാഗങ്ങളും ചിന്തിക്കാനും പഠിക്കാനും. ആക്ഷരികമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും പല ദുരുപദേശ സംഘടനകളും ഒക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം ഈ കുരുടൻ ആനയെ കാണാനെന്ന് പറയാൻ പറ്റില്ലല്ലോ. കുരുടൻ ആനയെ കാണാൻ സാധിക്കില്ല. കുരുടൻ ആനയെ മനസ്സിലാക്കാൻ ശ്രമിച്ചതുപോലെ അപ്പോൾ തപ്പി നോക്കി അവിടെ കാല് പിടിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് ആന എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഒരു കണ്ണ് കാണുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പോയി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോയി ഓരോന്നും തൊട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല, മാറി നിന്ന് നോക്കിയാൽ മതി. കാരണം അദ്ദേഹത്തിന് മുഴുവനായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് വചനം പൂർണ്ണമായിട്ടും അതിൻ്റെ പൂർണ്ണ തലത്തിലും അർത്ഥത്തിലും നമ്മൾ പഠിക്കാനും ഗ്രഹിക്കാനും ശ്രമിക്കുമ്പോൾ മാത്രമേ പൂർണ്ണ അർത്ഥത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ദുരുപദേശ സംഘടനകളൊക്കെ ഉളവാകുന്നത്, നൂറുകണക്കിന് സംഘടനകൾ ആ നിലകളിൽ ഉളവാകുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരെന്ത് എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, ബാക്ക് ടു ദ സ്ക്രിപ്ചർ, സോളാ സ്ക്രിപ്ചർ എന്ന് മാർട്ടിൻ ലൂതർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിൽ അദ്ദേഹം പല പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സോളാ ഫിഡായ്, സോളാ സ്ക്രിപ്ചറ, സോളാ ഗ്രേഷ്യ എന്ന പദം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ, സോളാ സ്ക്രിപ്ചർ, സോള എന്ന് പറഞ്ഞാൽ എലോൺ, സോളോ എന്ന പദമൊക്കെ അതിൽ നിന്നാണ് വരുന്നത്. സോളോ എന്ന് പറഞ്ഞാൽ ഒരാൾ പാട്ട് പാടുന്നതിനാണ് സോളോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോള എന്നുള്ളത് ലത്തീൻ പദമാണ്. അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ച പദമാണ് സോളാ സ്ക്രിപ്ചറ, സ്ക്രിപ്ചർ അലോൺ, വചനം മാത്രം, വചനത്തിലേക്ക് മടങ്ങി വരിക, ഫെയ്ത്ത് അലോൺ, അതുപോലെ കൃപ മാത്രം, സോളാ ഗ്രേഷ്യ, ഇത്തരം പദപ്രയോഗങ്ങൾ ഞാൻ സാന്ദർഭികമായി ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാക്ക് ടു ദ സ്ക്രിപ്ചർ, വചനത്തിലേക്ക് നമ്മൾ വചനത്തിന്റെ നിത്യനിതാന്ത സത്യങ്ങളെ ഗ്രഹിക്കുമ്പോൾ നിശ്ചയമായും വചനത്തിന്റെ പൊരുൾ ദൈവം നമുക്ക് തിരിച്ചു തരികയും സത്യസന്ധമായ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ദാവീദിനെ, അപ്പൊ ഇസ്രായേലിനെ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നു, ദാവീദിനെ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തുവിനെ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. യിരെമ്യാ പ്രവചനത്തിൽ 31:9 വരുമ്പോൾ അതാ എഫ്രയീമിന്റെ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ യഹോവ ദൈവത്തിന് എത്ര ആദ്യജാതന്മാരുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എത്ര ആദ്യജാതന്മാരാണ്. അപ്പോൾ ഇവിടെ പണ്ടാരാണ്ട് ഈ പ്രഭാതവേദി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ റേഡിയോയിൽ. ഒരാൾ അന്നൊക്കെ ഈ റേഡിയോ മാത്രമേ ഉള്ളൂ, കൂടുതൽ ടെലിവിഷൻ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയമാണ്. അദ്ദേഹം ഒരാൾ എഴുതിച്ചു, അദ്ദേഹത്തിന് രാവിലെ ഓഫീസിൽ പോകണം, വളരെ നേരത്തെ, വളരെ ദൂരെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് ഓഫീസിൽ ഒരുങ്ങി പോകേണ്ടത് കൊണ്ട് ഈ പ്രോഗ്രാം കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്.
അദ്ദേഹം കത്തെഴുതി റേഡിയോ നിലയത്തിലേക്ക് ചോദിച്ചതാണ് ഈ പ്രഭാതവേദി വൈകിട്ടാക്കാൻ സാധിക്കുമോ എന്ന്. അപ്പം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും പ്രഭാതവേദി എന്നുള്ള പേരിൽ അവരങ്ങനെ തീരുമാനിച്ചാൽ പോലും പ്രഭാതവേദി എന്നും പറഞ്ഞുകൊണ്ട് അത് നടത്താൻ സാധിക്കില്ല. അതിൻ്റെ പേര് മാറ്റി സായാഹ്നവേദി എന്നോ വല്ലതും ആക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പം ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യജാതൻ എന്ന പദം എന്ന് പറഞ്ഞാൽ ആദ്യജാതൻ ഒന്നല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ, ഒന്നിലധികം ഉണ്ടാകാൻ പാടില്ലല്ലോ. ആദ്യമായി ജനിച്ചവൻ, അല്ലെങ്കിൽ ഇനി ഇരട്ടയാണെങ്കിൽ പോലും രണ്ടുപേര്, ഇങ്ങനെ അങ്ങനെയൊക്കെ. അതല്ലാതെ പക്ഷെ ഇവിടെ പറയുന്നത് എല്ലാം ആദ്യജാതൻ. ഇനിയും വരാനിരിക്കുന്നു മറ്റു വാക്യങ്ങൾ. ഇവിടെ ഇപ്പം ഇതുവരെയും ചിന്തിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഇസ്രായേൽ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഫറവോന്റെ അടുക്കൽ മോശയോട് പറയാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇസ്രായേലിന്റെ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ദാവീദ് ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ യിരെമ്യാ പ്രവചനം 31:9 എഫ്രയീമിന്റെ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. റോമർ 8:29 വരുമ്പോഴതാ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. അവിടെ ക്രിസ്തുവാണ് ഇവിടുത്തെ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ആദ്യജാതൻ, അത് മറ്റു ഭാഗങ്ങളും ഉണ്ട്. ക്രിസ്തു ആദ്യജാതൻ. ഇനി ആദ്യജാതന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് അടുത്ത വാക്യം. അതാണ് എബ്രായ ലേഖനം 1:6. അവിടെ പറയുന്നു, എബ്രായ ലേഖനം 12:22-23 പകുതിയും 23 വാക്യം. അവിടെ പറയുന്നത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. അപ്പം ഈ ആദ്യജാതന്മാരെ കൊണ്ട് സഭ നിറഞ്ഞിരിക്കുകയാണ്, സ്വർഗം നിറഞ്ഞിരിക്കുകയാണ്. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. ഞാൻ ഇതെല്ലാം പറയാൻ കാരണം ഈ യഥാർത്ഥത്തിൽ ബൈബിൾ ഉപയോഗിക്കുന്ന ഭാഷകളെ പറ്റി ഒരു അടിസ്ഥാന അണ്ടർസ്റ്റാൻഡിങ്, ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ബൈബിൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത് 2:7 നമ്മൾ ആക്ഷരികമായി വായിക്കുമ്പോൾ ജനിച്ചു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് മനസ്സിലാക്കില്ല. പക്ഷേ അപ്പോസ്തലപ്രവൃത്തി 13:32 കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ജനിച്ചു സമം ഉയർത്തു എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കൊരിക്കലും നമ്മുടെ മനോമണ്ഡലത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ജനിച്ചു എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഉയർക്കുന്നത് എന്നുള്ള വിഷയം. പക്ഷേ അങ്ങനെയാണ് ബൈബിളിന്റെ ഭാഷ്യം, ബൈബിളിന്റെ ഭാഷാ പ്രയോഗങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വെളിപ്പാട് പുസ്തകം 1:5 പറയുന്നു, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും. അതാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പദപ്രയോഗങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം എന്തിനെ കുറിക്കുന്നു? പ്രയോറിറ്റിയെ കുറിക്കുന്നതാണ്. പ്രയോറിറ്റിയാണ്, ആ പ്രാധാന്യമാണ് അവിടുത്തെ വിഷയം. അവിടെ ഈ ആദ്യജാതന് എന്താണ്? ആദ്യജാതന് അവകാശമുണ്ട്, അവൻ സകലത്തിന്റെ ഇരട്ടി പങ്കുണ്ട്. ആവർത്തന പുസ്തകം 21:17 ഇങ്ങനെ പറയുന്നു, ആദ്യജാതന് സകലത്തിലും 2 പങ്കാണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ സ്തോത്രം, 3 ഏക്കർ സ്ഥലം ഒരു അപ്പനുണ്ടെങ്കിൽ ആദ്യജാതന് 2 ഏക്കർ കൊടുക്കണം. ഇളയവന് 1 ഏക്കർ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇരട്ടി പങ്ക് കൊടുക്കണം. ആ നിലയിലാണ് ഓഹരി വീതിക്കേണ്ടത്. മാത്രമല്ല, കുടുംബത്തിൽ മിക്കവാറും യഹൂദരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നതാണ് പൗരോഹിത്യം. ആ കുടുംബത്തിനൊരു പൗരോഹിത്യമുണ്ട്. ആ കുടുംബ പുരോഹിതൻ എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ആദ്യജാതനാണ്. ഇങ്ങനെ സകല അവകാശങ്ങളും, ഈ അവകാശമൊക്കെയാണ് ഒരു പയറുപായസത്തിന്റെ പേരിൽ യാക്കോബിനത് നന്നായിട്ട് അറിയാം, ഇതിൻ്റെയൊക്കെ കാര്യം അറിയാം. യേശാവിന് ഇതിനെപ്പറ്റി ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് കാര്യമാത്രം പ്രസക്തമായി താൻ ഗ്രഹിച്ചില്ല. അതുകൊണ്ട് തൽക്കാലമുള്ള പയറുപായസം മതിയെന്ന് വെച്ച് ജ്യേഷ്ഠാവകാശം വിറ്റെന്നൊക്കെ പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ആ അപ്പൻ്റെ അടുത്ത തലമുറയുടെ ആ കുടുംബത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഇരട്ടി പങ്കിൻ്റെ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാക്കേജാണ് താൻ ഒരു പയറുപായസം കൊടുത്ത് കരഗതമാക്കിയത്. ചില്ലറക്കാരനല്ല ഈ യാക്കോബ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യജാതൻ എന്നുള്ളത് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് മറിയയുടെ അടുക്കൽ പറഞ്ഞത്, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും.
എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവൻ്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് യഹോവയായ ദൈവം ദൈവമായിരിക്കുന്നത് പോലെ അല്ല യേശു ക്രിസ്തുവിന് ദൈവമായിരിക്കുന്നത്. കാരണം യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഫസ്റ്റ് ബോൺ, അല്ലെങ്കിൽ അവനാണ് എന്താണ് പ്രോട്ടോട്ടോക്കോസ് എന്ന് പറയുന്നത്. അവനാണ് ആദ്യജാതന്റെ ആദ്യ ഫലം കരഗതമാക്കാൻ അവകാശമുള്ള വ്യക്തി. അതിനുശേഷം നമ്മെ ദത്തെടുത്തിരിക്കുന്നു. നമ്മുടെ പുത്രത്വത്തെ കുറിച്ച് ലേഖനങ്ങളിൽ പലതിലും പറയുന്നുണ്ടെങ്കിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദത്തെടുപ്പാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതിന് എപ്പോഴും ഒരു രണ്ടാം സ്ഥാനം എന്നുള്ളതല്ല, ക്രിസ്തുവിൽ നമുക്ക് ക്രിസ്തുവിനോട് തുല്യമായി ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളർന്ന് ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഇരിക്കാനുള്ള അധികാരം വരെ ക്രിസ്തു തരുന്നുണ്ട്. പക്ഷെ അത് തരുന്നത് ക്രിസ്തുവാണ്, നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ ക്രിസ്തുവാണ്. അപ്പോൾ ആ പദവി, അതുകൊണ്ടാണ് എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും വേറിട്ട് തിരിച്ചു പറയുന്നതിന്റെ കാരണം അതാണ്. എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവൻ്റെ അടുക്കിലേക്ക് ഞാൻ കയറി പോകുന്നു എന്ന് പറയുന്നത്, ആ വ്യതിരിക്തത, ആ ഒരു വ്യത്യസ്തത തീർച്ചയായിട്ടും നിലവിലുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. യഹൂദ പശ്ചാത്തലമെല്ലാം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതും നമ്മൾ ഗ്രഹിക്കുക അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ ഈ പറയുന്ന ആദ്യജാതനെ ഇത്രയും അനുഗ്രഹങ്ങളുണ്ട്, നന്മകളുണ്ട്. അതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ ആവർത്തനം 25:6 പറയുന്നുണ്ട്, ഈ ദേവര വിവാഹം നടക്കുമ്പോൾ, ഉദാഹരണത്തിന് ദേവര വിവാഹം എന്ന് പറയുന്നത് യഹൂദരുടെ ഇടയിൽ ദേവര വിവാഹം എന്ന് പറയുന്നത്, ഇപ്പം ഒരു വ്യക്തി വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചു പോയാൽ ആ വ്യക്തിയുടെ അനുജൻ ഈ വിധവയെ വിവാഹം കഴിക്കണം. ജ്യേഷ്ഠന്റെ ഭാര്യയായിരുന്ന ആ വ്യക്തിയെ വിവാഹം കഴിച്ചിട്ട് കുഞ്ഞു ജനിക്കുന്നത് ഒരിക്കലും ഈ വ്യക്തിയുടെ കുഞ്ഞായിട്ട് കണക്കാക്കാനേ പാടില്ല. അത് ജ്യേഷ്ഠന്റെ കുഞ്ഞായിട്ടും ആദ്യജാതനായിട്ടും കണക്കാക്കണം. അത് ആവർത്തനം 25:6 നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ആദ്യജാതന്റെ, എന്തുകൊണ്ടാണ് ആദ്യജാതൻ എന്നുള്ള ഇരട്ടിപ്പങ്കിനെ ഞാൻ നേരത്തെ പറഞ്ഞ സകല കാര്യങ്ങളുടെയും അവകാശം അവന് ലഭ്യമാകുന്നതിന്റെ വിഷയം നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. ഈ നിലകളിലെല്ലാം ആദ്യജാതന് ഒത്തിരി പ്രയോറിറ്റീസ് ഉണ്ട്, ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തു ആദ്യജാതൻ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും അതിന്റെ യഥാർത്ഥമായ വസ്തുതയും നമ്മൾക്ക് ഗ്രഹിക്കുവാൻ കൊണ്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആദ്യജാതൻ എങ്ങനെയാണ് സംഭവിച്ചത്? ആദ്യജാതൻ എന്ന ആ പദവിയിലേക്ക് ക്രിസ്തു വന്നത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആദ്യമായി ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ആദ്യജാതൻ. ആദ്യനായി ഉയർത്തെഴുന്നത്. അതാണല്ലോ കൊലോസ്യ ലേഖനം 1:15 നമ്മൾ വായിച്ചതിന് ശേഷം 1:18 വായിക്കുന്നത്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നു. അവിടെ പറയുന്നത് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന പദപ്രയോഗം 1:15 കാണുമ്പോൾ സകലതും ഉളവാക്കിയതിന്റെ കാര്യം താഴെ പറഞ്ഞതിന് ശേഷം 1:18 വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. അവിടെ പറയുന്നു, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റവനുമാകുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റ വ്യക്തി ആയിട്ട് നിലനിൽക്കുന്നത് ക്രിസ്തുവാണ്. ആദ്യമായി അങ്ങനെ ക്രിസ്തുവിനാണ് സംഭവിച്ചത് എന്നുള്ളത് കൊണ്ടാണ് അവൻ മരിച്ചവരിൽ ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം വരുന്നത്, ആദ്യജാതൻ എന്നുള്ള പദവിയിലേക്ക് അവൻ വരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. റോമാലേഖനം 1:5 വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. റോമർ 1:5 പലരും അത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു വാക്യമാണ്. ആ വാക്യം കൂടെ പറഞ്ഞ് 5 മിനിറ്റും കൂടെ ഉണ്ടല്ലോ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ ക്ലാസ് അല്പം ഇൻട്രപ്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് താമസിച്ചാണ് തുടങ്ങിയത്. ഈ വാക്കുകൾ വായിച്ച് അവസാനിപ്പിക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണത്. അവിടെ 1:5 ഇങ്ങനെ പറയുന്നുണ്ട്, ജഡം സംബന്ധിച്ച്, ശ്രദ്ധയോടെ കേൾക്കണം, ഗ്രഹിക്കാൻ അല്പം പ്രയാസം തോന്നാമെങ്കിലും നമ്മൾ പ്രാർത്ഥനയോടെ ഈ വചനത്തെ സമീപിച്ചാൽ ദൈവാത്മാവ് നമുക്കത് ഗ്രഹിപ്പിച്ചു തരും. സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ടല്ലോ, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് ആ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 1:5 ഇങ്ങനെ പറയുന്നു, അവിടെ പറയുന്നത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടവൻ.
നോക്കുക, വല്ലതും മനസ്സിലായോ ആ വാക്യം? അവിടെ പറയുന്നത് മരിച്ചിട്ടു ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി. സിമ്പിളായി പറഞ്ഞാൽ ജഡം സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ വംശാവലി പട്ടിക വെച്ച് നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ സന്തതി പരമ്പരയിൽ ദാവീദ് പുത്രൻ എന്നുള്ള പേരിൽ തന്നെയാണ് ക്രിസ്തു അറിയപ്പെട്ടത്. ശരിയാണ്, അത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി. പക്ഷെ വിഷയം അവിടെ അവസാനിക്കുന്നില്ലല്ലോ. ആ ദാവീദിന്റെ സന്തതി ജനിച്ചിട്ടും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ദൈവപുത്രൻ എന്നുള്ള പദവി തനിക്ക് പതിച്ചു കിട്ടിയത്. എന്ന് വെച്ചാൽ പിതാവാം ദൈവം തനിക്ക് ഏൽപ്പിച്ച ടാസ്ക് പൂർത്തീകരിച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവൻ ദൈവപുത്രൻ എന്നുള്ള ആ പദവി സീൽ ചെയ്ത് കിട്ടിയത്. എന്ന് വെച്ചാൽ ദൈവപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്, കാരണം ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്നാന സമയത്ത് ത്രിയേകത്വം വെളിപ്പെട്ട സ്നാനമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാനം. പലരും യേശുവിന്റെ നാമത്തിൽ മാത്രം സ്നാനപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുവിന്റെ സ്നാനത്തിൽ ത്രിയേകത്വം ഉണ്ടെന്നേ. ക്രിസ്തുവിന്റെ സ്നാനത്തിൽ നമുക്ക് അവിടെ തന്നെ ത്രിയേകത്വം കാണാൻ സാധിക്കും. പിതാവായ ദൈവം അവിടെയുണ്ട്, പുത്രൻ വെള്ളത്തിൽ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് ആണത്വത്തിൽ പ്രാവന്ന രൂപത്തിൽ ദേഹരൂപത്തിൽ. പരിശുദ്ധാത്മാവ് ബോഡി എടുത്ത സ്ഥലമാണത്, പരിശുദ്ധാത്മാവ് ജഡധാരണം ചെയ്ത സ്ഥലമാണത്. അപ്പോൾ ത്രിയേകത്വം സമ്മേളിക്കുന്ന സമ്മേളന സ്ഥലമാണ് അവിടെ, നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ അവിടെ എല്ലാം നീ എൻ്റെ പുത്രനാണ്, നീ പ്രസാദിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. മറുരൂപ മലയിൽ നിൽക്കുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ പുത്രൻ തന്നെയാണ്, അതിനകത്തൊരു തർക്കവുമില്ല. പക്ഷേ ഇതിൻ്റെ പോലും പരിസമാപ്തി വരുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ എല്ലാം സമ്പൂർത്തി വരുന്നത് പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം നീ പൂർത്തിയാക്കിയോ, അതിനു വേണ്ടി അത് പൂർത്തിയാക്കി ഇങ്ങോട്ട് വന്നിട്ടേ ആ പദവി നിനക്ക് എന്ത് ചെയ്യുള്ളൂ, സീൽ ചെയ്തോട്ടെ. ഇപ്പൊ ഡോക്ടർമാര് നമുക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ അവരെ ഡോക്ടർ എന്നൊക്കെ നമ്മൾ വിളിച്ചെന്ന് വരാം. പക്ഷേ അവര് ഡോക്ടറായി ആണെങ്കിൽ അവര് പഠിച്ച് പാസ്സായി അവര് പ്രാക്ടീസൊക്കെ ചെയ്യും. ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മളവരെ ഡോക്ടർ എന്ന് അതുവരെ വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ പദവിയിലേക്ക് അവരെ തീർച്ചയായിട്ടും എത്തുക. അപ്പോൾ ഇത് കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചതാണ്. നമുക്കും അത് തന്നെയാണ് നമ്മുടെ ഫലം. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും അതിന്റെ പൂർത്തി വരുന്നത് എപ്പോഴാണ്? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം സംഭവിക്കുമ്പോഴാണെന്ന് 8:23 റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിഞ്ഞാൽ, അപ്പൊ കാത്തിരിക്കേണ്ട പുത്രത്വത്തെ കുറിച്ചാണ് പറയുന്നു. നമ്മളിപ്പോൾ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. റോമാലേഖന 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ശരിയാണ്, ഒരു സംശയമുള്ള കാര്യമല്ല. പക്ഷേ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഞരക്കത്തിലാണ്, സർവ്വസൃഷ്ടിയും ഞരക്കത്തിലാണ് എന്നുള്ള വസ്തുതയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും ക്രിസ്തുവിലും അതുപോലെയാണ്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ നമ്മളിപ്പോൾ പറഞ്ഞ ആദ്യജാതൻ എന്നുള്ള പദവി അലങ്കരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലും ഇത് സാധിക്കുന്നു. നമ്മിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ള വസ്തുത ഇന്ന് രാത്രി അത്രയും ഗ്രഹിക്കുക. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ ഗ്രഹിക്കാൻ പറ്റാതെ വരുന്നത് വരും. അപ്പോൾ ഇത്രത്തോളം ഈ ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം ഇന്ന് രാത്രിയിൽ ചിന്തിക്കുക. ആദ്യജാതന്റെ പദവി, ആരെയൊക്കെയാണ് ആദ്യജാതൻ എന്ന് വിളിച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ചിന്തിക്കുക. കൊലോസ്യ ലേഖനം 1:15 സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം, വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇസ്രായേലിനെ കുറിച്ച് പ്രാരംഭമായി അതാണ് ചിന്തിച്ചത്. ഇസ്രായേലിന്റെ ആദ്യജാതൻ എന്ന് ഇസ്രായേലിനെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. എഫ്രയീമിന്റെ ആദ്യജാതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ്രയീം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇസ്രായേലിനെ മൊത്തത്തിൽ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൊതുപദപ്രയോഗം എന്ന് തന്നെയുള്ളൂ. ഇസ്രായേലിന്റെ ആദ്യജാതൻ എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. യിരെമ്യാവ് 31:9. അപ്പോൾ ഇത്തരം പദപ്രയോഗങ്ങളെല്ലാം ശ്രദ്ധയിൽ നമ്മൾ വെക്കുക. ആദ്യജാതന്റെ പദവി, അത് ഇരട്ടിപ്പങ്ക് തുടങ്ങി. ആദ്യജാതൻ എന്ന് പറയുന്നത് ഇരട്ടിപ്പങ്ക് അല്ലെങ്കിൽ ആ നിലയിൽ പൗരോഹിത്യം, ഈ നിലകളെല്ലാം കൈയാളുന്ന വ്യക്തിത്വമാണ് ആദ്യജാതൻ എന്നുള്ളത്. ഇതൊക്കെ കൊണ്ടാണ് ക്രിസ്തു ആ ചിത്രമാണ്. ഇതിനകത്തെല്ലാം എബ്രായലേഖനത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ, സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിലാണ് ഇവിടുത്തെ കാര്യം നടക്കുന്നത്. ഒറിജിനൽ അവിടെയാണ്.
സ്വർഗത്തിൽ എന്നേക്കും വചനം പോലും സ്വർഗത്തിലാണ് അതിൻ്റെ ഒറിജിനൽ ഇരിക്കുന്നത്. ഇവിടെ കിട്ടിയത് കോപ്പിയാണ്. ചിലർ പറയാറുണ്ട് ഇതിൻ്റെ കോപ്പി സ്വർഗത്തിലുണ്ടെന്ന് പറയും. ഇതിൻ്റെ കോപ്പിയല്ല സ്വർഗത്തിലുള്ളത്, അതിൻ്റെ കോപ്പിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായും അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമായിട്ടുള്ളതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുകയും ഈ പദപ്രയോഗങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുകയും അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുക. ചില പദപ്രയോഗങ്ങൾ, ജനിച്ചു എന്ന പദപ്രയോഗം, ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ, ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗം, ആദ്യജാതന്മാർ എന്നുള്ള പദപ്രയോഗം, ഇതെല്ലാം നമ്മൾ ബൈബിളിൻ്റെ ആ ഭാഷയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വചനം എങ്ങനെ ഈ വിഷയത്തെ കാണുന്നു എന്നുള്ള വിഷയമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുക. ക്രിസ്തുശാസ്ത്രം ത്തിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ഇന്ന് രാത്രിയിൽ വചനത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ഈ വചനങ്ങൾ ഇന്ന് രാത്രികാലം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം എന്ന് പറഞ്ഞൊരു കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ടല്ലോ. രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഇതുവരെയും ഉരുവായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ സ്വന്തം രക്ഷകൻ കർത്താവായി സ്വീകരിച്ച വ്യക്തികളാണ് അവർ. പക്ഷേ അവരെ സംബന്ധിച്ച് ക്രിസ്തു ഇതുവരെയും അവരിൽ ഉരുവായിട്ടില്ല എന്ന് പൗലോസ് വീണ്ടും കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്തു ദർശനം നമ്മളിൽ രൂഢമൂലമാകണം, അന്തർലീനമാകണം. ഈ പഠന ക്ലാസ്സിലൂടെ ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല രാത്രികാല സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു. ഞങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ അല്പസമയം ചെലവഴിച്ച് കർത്താവായ യേശു ക്രിസ്തു അടിയങ്ങളുടെ പാപത്തിന്റെ പരിഹാരകനായി 2000 ആണ്ടുകൾക്കപ്പുറം കർത്താവെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് അടിയങ്ങളെ രക്ഷിച്ച് അടിയങ്ങളെ ഞങ്ങളുടെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ, സ്വർഗീയ പൗരന്മാരാക്കി തീർക്കുവാൻ, കർത്താവെ അങ്ങയോട് കൂട്ടവകാശികളാക്കി തീർക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവിക സമത്വം വിട്ട്, പിതാവിന്റെ മടിത്തടം വിട്ട്, മലക്കുകളുടെ ആരാധന വിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനുള്ള മഹത്ഭാഗ്യം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കുവാൻ ഇടയായി തീർന്നല്ലോ. ഇത് രാത്രിക്കാലം അങ്ങയെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കർത്താവ് സഹായിച്ചില്ല. തുടർന്നും ക്ലാസ്സുകളെല്ലാം അനുഗ്രഹമായിരിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥന. മിഷനേഴ്സിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിന്റെ ഡയറക്ടേഴ്സ്, പ്രത്യേകിച്ച് ജോഷി പാസ്റ്റർ, ജിസ്ബ്രദർ തുടങ്ങി ടീമംഗങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ തന്നെ ഇന്ന് രാത്രികാലം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സമാധാനം നൽകി കാക്കട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകൾ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും ഒന്നിച്ച് സന്ധിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഡയറക്ടറായിരിക്കുന്ന ജോഷി പാസ്റ്റർ അടുക്കൽ ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യും, മെസ്സേജ് അയക്കുകയും ചെയ്യും. അദ്ദേഹം എനിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്തു തരും. അതിനുള്ള മറുപടി ഞാൻ ഗ്രൂപ്പിൽ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും അങ്ങനെ നിങ്ങൾക്ക് കാര്യം ശ്രമിക്കുകയും ചെയ്യുക. വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും നല്ലൊരു ശുഭരാത്രിയും നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.